1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ഇന്ത്യയിൽ അഴിച്ചുവിട്ട ഏറ്റവും ഭീകരമായ നടപടികളിലൊന്നാണ് 1770 മഹാക്ഷാമവും അതിനോടനുബന്ധിച്ച ക്രൂരമായ ചൂഷണവും. പ്ലാസി, ബക്സാർ യുദ്ധങ്ങൾക്ക് ശേഷം ബംഗാളിൻ്റെ സാമ്പത്തിക നിയന്ത്രണം കൈക്കലാക്കിയ കമ്പനി നാട്ടുകാരുടെ ക്ഷേമത്തിന് പകരം പരമാവധി ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചത്. 1769 കടുത്ത വരൾച്ചയിൽ കൃഷി നശിച്ചപ്പോൾ പട്ടിണിയിലായ കർഷകർക്ക് ആശ്വാസം നൽകുന്നതിന് പകരം ബ്രിട്ടീഷുകാർ നികുതി നിരക്ക് ക്രൂരമായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. വിളവ് പകുതിയിലധികം കുറഞ്ഞിട്ടും നികുതി പിരിവിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ അവർ തയ്യാറായില്ല. ഇതിനു പുറമെ ലാഭം കൂട്ടാനായി ഭക്ഷ്യധാന്യങ്ങൾ കമ്പനി ഉദ്യോഗസ്ഥർ പൂഴ്ത്തിവയ്ക്കുകയും ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയും ചെയ്തതോടെ സാധാരണക്കാർക്ക് ഭക്ഷണം അപ്രാപ്യമായി. ഇതിൻ്റെ ഫലമായി ഏകദേശം 1 കോടിയോളം മനുഷ്യർ, ബംഗാളിലെ ജനസംഖ്യയിൽ 1/3 പേർ, പട്ടിണി മൂലം മരണപ്പെട്ടു. വിശപ്പടക്കാൻ മനുഷ്യനെ തന്നെ തിന്നുന്ന അവസ്ഥ വരെ ചിലയിടങ്ങളിൽ ഉണ്ടായതായി ചരിത്രരേഖകളിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇത്രയധികം ആളുകൾ മരിച്ചു വീഴുമ്പോഴും തങ്ങളുടെ വാർഷിക വരുമാനം കുറഞ്ഞില്ലെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ കമ്പനി അധികൃതർ അഭിമാനത്തോടെ റിപ്പോർട്ട് ചെയ്തത് അവരുടെ അങ്ങേയറ്റത്തെ മനുഷ്യത്വരഹിതമായ സമീപനത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഭാരതത്തിൻ്റെ ഐശ്വര്യമായിരുന്ന ബംഗാളിനെ ഒരു ദരിദ്ര പ്രദേശമാക്കി മാറ്റിയ ഈ സംഭവം ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ ഏറ്റവും കറുത്ത അധ്യായമായി ഇന്നും നിലനിൽക്കുന്നു.